ഈ സാന്ദ്ര തോമസ് ആവർത്തിക്കുന്നത് തനിക്കൊപ്പം ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരു പാനലുണ്ട് എന്ന്. ആരൊക്കെയാണ് ആ പ്രമുഖർ സാന്ദ്ര അവകാശപ്പെടുന്നത്? അങ്ങനെ ഒരു പരസ്യ നീക്കം ഉണ്ടാകുമോ നിർമ്മാതാക്കളുടെ സംഘടനയിൽ? ഒരു പരസ്യ നീക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ചേരിതിരിവ് ശക്തമാണെങ്കിലും ആരൊക്കെയാണ് അതിൽ പിന്തുണ പ്രഖ്യാപിച്ച് പുറത്തേക്ക് വരിക എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം സാന്ദ്ര പറയുന്നു പലരുടെയും തന്നെ പിന്തുണയുണ്ട്, വൈകാതെ അത് വ്യക്തമാവുകയും ചെയ്യും എന്ന് അവർ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പേരുകൾ താൻ പറയുന്നില്ല എന്ന് പറയുന്നു. ഓഗസ്റ്റ് 2 വരെ ഇതിന് പത്രികാ സമർപ്പണവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമയമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ പേരുകാർ ഇതിലേക്ക് വന്നേക്കും എന്ന് തന്നെയാണ് സാന്ദ്ര പറയുന്ന ഒരു പ്രതീക്ഷ. കൂടുതൽ ആളുകൾ തനിക്ക് പിന്തുണ പറയും, കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും എന്ന് അവർ പറയുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ സാന്ദ്ര ഇറങ്ങിയിരിക്കുന്നത് പലരുടെയും തന്നെ ധാർമ്മികമായ ഒരു പിന്തുണ തനിക്ക് ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ അത്തരം പേരുകളിലേക്ക് കടന്നു വരാൻ കഴിയും എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങളിൽ ഈ സിനിമ കാര്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ ഒരു സമവായ സ്വരം പലയിടത്തും തന്നെ കേൾക്കാറുണ്ട്. പലതും ഇതൊരു ബിസിനസ് എന്ന രീതിയിൽ കണ്ട് പലരും തന്നെ അത്തരം ചർച്ചകൾ നടത്തി അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയും ഉണ്ട്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഏത് രീതിയിലാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നതാണ്. ഏതായാലും സാന്ദ്ര പറയുന്നത് പോലെ താനൊരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, താൻ മത്സരരംഗത്തുണ്ട് എന്ന് താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിൽ തുടരുകയും ചെയ്യും. അത് തൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇതിൽ നിന്ന് വളരെയധികം തിക്താനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തത്. താൻ ആ മത്സരരംഗത്ത് തുടരുകയും ചെയ്യും. താൻ ഒറ്റയ്ക്കല്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ഇതുവരെയും ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ ചേരിതിരിവ് വളരെ ശക്തമായുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും സമയങ്ങളിൽ അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ആരൊക്കെ തനിക്കൊപ്പമുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മത്സരരംഗത്തേക്ക് ഇപ്പോൾ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നത് അവർ വ്യക്തമായി തന്നെ അത് പറയുകയും ചെയ്യുന്നു. തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവർ കടന്നു വരികയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇനി എന്താണ് എന്ന സംബന്ധിയായ കാര്യങ്ങളിലാണ് ഇനി അറിയേണ്ടത്. ആരൊക്കെ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആണ് ഇനി അറിയേണ്ടത് എന്നതാണ്. വൈകാതെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നേക്കും. മത്സരം ശക്തമാകുമെന്ന സൂചന തന്നെ. പ്രത്യേകിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെയാണ് അവർ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി അവർ അടയാളപ്പെടുത്തുന്നുണ്ട് തനിക്ക് ഇവിടെ നിന്ന് നേരിട്ട അനുഭവങ്ങൾ അത് വളരെ ഈ സാന്ദ്രയുടെ നീക്കത്തിൽ മറ്റ് നിർമ്മാതാക്കളുടെ ആരെങ്കിലും പ്രതികരണം ആ തരത്തിൽ വന്നിട്ടുണ്ടോ, പുറത്തേക്ക് വന്നിട്ടുണ്ടോ? അവരുടെ ഒരു നീക്കം എന്താണ്? ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ അവരാരെങ്കിലും ഇപ്പോഴുണ്ടോ? സാന്ദ്ര ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിലവിലുള്ള ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇക്കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരു മണിക്കൂറിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ തൽക്കാലം ഇത് ഒരു തെരഞ്ഞെടുപ്പല്ല, അത് അവർ മത്സരിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നു. ഒപ്പം അവർ ഇതിൻ്റെ ഒരു സാങ്കേതികത്വം അവർ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ 2 സിനിമകളുടെ മാത്രം ഒരു നിർമ്മാതാവ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമകൾ നിർമ്മിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളടക്കം ഇവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാങ്കേതികപരമായുള്ള ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പുറത്താക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. താൻ കൂടുതൽ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ്. ഒപ്പം തന്നെ ഈ പർദ്ദ ധരിച്ചത് തന്നെ അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് തന്നെ അത് കാണുക എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്തത്. ഇതൊരു പുരുഷന്മാരുടെ കുത്തകയാണ് ഈ രംഗത്തുള്ളത്, അത് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് താൻ ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ രംഗത്ത് ഈ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസ് ശക്തമായ പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അവർ തന്നെ പരാതിയുമായി രംഗത്ത് വരികയും അവരുടെ ഈ ലൈംഗിക അധിക്ഷേപം എന്ന രീതിയിൽ തന്നെയും തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെയുള്ള പരാതികളടക്കം നൽകുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത്. അപ്പോഴും കൃത്യമായ ഒരു പ്രതികരണം അന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇതിനൊരു സാങ്കേതികത്വം എന്ന രീതിയിൽ തന്നെ സൂചിപ്പിക്കുക മാത്രമാണ് അവർ ചെയ്തത്. മറിച്ച് ഇത് നിയമപരമായ നടപടികൾ ആ രീതിയിൽ തുടരുമെന്ന് പറയും. അതിന് മറുപടിയായിട്ട് ഇവർ നൽകിയത് സാന്ദ്ര ഈ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നായിരുന്നില്ല, മറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്ന് അവരെ നീക്കം ചെയ്തിരുന്ന
അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിയുടെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് അവർ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിനെയും അവർ ചോദ്യം ചെയ്തു. തന്നെ ആ രീതിയിൽ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നവർ കോടതിയിലടക്കം ബോധിപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം സജിത വളരെ വ്യക്തമാണ്, ശക്തമായ രീതിയിലേക്ക് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. അത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇനി ഈ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക. ആരോപണ വിധേയർ തന്നെ വീണ്ടും മത്സരിക്കുന്നു എന്നതാണ് സാന്ദ്ര പറയുന്നത്. അതിനെയാണ് താൻ ചോദ്യം ചെയ്യുന്നത്. ഇനി അവർ പ്രതികരിക്കട്ടെ എന്നവർ പറയുന്നു. ഏതായാലും ഔദ്യോഗികമായ പ്രതികരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സജിത, അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയിലും വലിയ തരത്തിലുള്ള തർക്കമാണ് രൂപപ്പെടുന്നത്. ഇതിൽ സാന്ദ്ര തോമസിന്റെ നീക്കത്തോട് മറ്റ് ഉള്ളവരുടെ പ്രതികരണം നിർണായകമാണ്. ഇക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ രീതിയിൽ പ്രതികരിക്കും. ഒപ്പം സാന്ദ്ര തോമസിന് പിന്തുണ നൽകാൻ മറ്റാരെങ്കിലും പരസ്യ നീക്കവുമായി വരും. ഡാനി, ഒരു കാര്യം കൂടി, ഒരു പാനലായിട്ടായിരിക്കും താൻ മത്സരിക്കുക എന്ന് പറയുന്നു, ഒറ്റയ്ക്കല്ല. അങ്ങനെയെങ്കിൽ പാനലിൽ ആയിരിക്കും ഉൾപ്പെടുക? ദിനേശ് പണിക്കറൊക്കെ സാന്ദ്ര തോമസിന് പിന്തുണ നൽകുമോ? ആ രീതിയിലുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതിൽ അവസാന ചോദ്യത്തിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ ഇതിൽ ആരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ സംവിധായകൻ വിനയൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഈ രംഗത്ത് നിലനിൽക്കുന്ന ഈ ഒരു വ്യവസ്ഥാപിത നീക്കത്തിനെതിരെ പലപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ചോദ്യം പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സംവിധായകൻ വിനയൻ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ തനിക്ക് ഉണ്ട് എന്ന് ആ രീതിയിൽ തന്നെയാണ് താൻ കരുതുന്നത് എന്ന് പറയുന്നു. അത്തരം കരുതലുകൾ, അത്തരം വിശ്വാസങ്ങൾ ഉറപ്പായും തന്നെ സൂചനകൾ തന്നെയാണ്, ചില സൂചകങ്ങളാണ്. കാര്യം കൃത്യമായ രീതിയിൽ തന്നെ ഇതിനകത്തൊരു ചേരുതിരിവ് ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തം തന്നെയാണ്. സാന്ദ്ര അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പേരുകാരിയാണ്. തുടർച്ചയായി മറ്റുള്ളവർ തന്നെ വൈകാതെ ഉണ്ടാകും, കൃത്യമായൊരു പാനലിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് സാന്ദ്ര പറയുന്നത്. അത് അവർ വ്യക്തമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി വിശദീകരിച്ചില്ല എങ്കിൽ കൂടിയും അവരുടെ എല്ലാവിധ കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നത് കൃത്യമായൊരു പാനൽ ഈ രംഗത്തേക്ക് ഉണ്ടാകും. നിലനിൽക്കുന്ന ആളുകളെ, അത് അവരുടെ ആ കുത്തകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ അത് കടന്നു വരുമെന്നാണ് അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും ഇത് ചർച്ചകളുടെ അല്ലെങ്കിൽ സമവായങ്ങളുടെ തന്നെ വലിയൊരു ഇടം തന്നെയാണ് എല്ലാ കാലത്തും സിനിമാ തർക്കങ്ങൾ എന്നത് നമുക്കറിയാം. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് പല തർക്കങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സജിത, സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടത്താൻ പോകുന്ന നീക്കം, അത് തെരഞ്ഞെടുപ്പിൽ അവർ നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഒരു പാനലായി സാന്ദ്ര തോമസിന് പിന്തുണയുണ്ടാകുമെന്നാണ് സാന്ദ്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലെ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ വലിയ അപമാനം നേരിടുന്ന സാഹചര്യങ്ങൾ ആ സംഘടനയ്ക്കകത്ത് തനിക്ക് നേരിടേണ്ടി വരുന്നു എന്നതൊക്കെയാണ് സാന്ദ്ര പറയുന്നത്. സാന്ദ്ര തോമസ് നേരത്തെയും ഉന്നയിച്ച പരാതിയാണ്. ഇത് കോടതിയുടെ അടക്കം പരിഗണനയ്ക്കുമെത്തിയതാണ്. ഒടുവിൽ ഈ സംഘടനയിൽ നിന്ന് സസ്പെൻഷൻ നടപടി ഉണ്ടാവുകയും സാന്ദ്ര കോടതിയിലൂടെ തിരികെ വരികയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ